മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ നേതൃസ്ഥാനം വഹിച്ച് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൽ പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായുള്ള മുനാജാത്ത് രഹസ്യ സംഭാഷണത്തിലൂടെ ഈ ഉമ്മത്തിന് വേണ്ടി നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളായ നമുക്ക് വേണ്ടി 50 വഖത്ത് നമസ്കാരത്തെ 5 ചുരുക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ച് നബിതങ്ങളെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് പറഞ്ഞു വിട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനം ഈ മുഹറം മാസത്തിലായിരുന്നു. ഫറോവയിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും ജൂതന്മാരിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചത് ഈ പവിത്രമേറിയ മാസത്തിലാണ്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഹക്ക് മൂസാ നബിയോടുണ്ട്, നമുക്കുണ്ട്, ഈ ഉമ്മത്തിനുണ്ട്. എന്താണ് ആ ഹക്ക്? ഈ 50 വഖത്ത് നമസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായപ്പോ ഈ 50 വഖത്ത് വെട്ടിച്ചുരുക്കി അത് 45 40 35 30 25 അവസാനം 5 ഒതുക്കാൻ പറ മുഹമ്മദ്, പോയി പറ, ഈ ഉമ്മത്തിനെ കൊണ്ട് പറ്റൂല 50 എന്ന് നിർബന്ധിപ്പിച്ച് നബിതങ്ങളെ പറഞ്ഞു വിട്ടത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ നമുക്ക് ആ മൂസാ നബിയുടെ ഹക്കില്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹക്ക് ഞങ്ങൾക്ക് മൂസാ നബിയോടാണ്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹക്ക്. അതൊക്കെ ഈ മുഹറമിന്റെ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ തെരഞ്ഞെടുത്ത് അവരെ രക്ഷപ്പെടുത്തിയത്, അവരെ ആദരിച്ചത്, ബഹുമാനിച്ചത് ഈ ന്യൂ ഇയർ എന്ന് പറയുന്ന പുതുവർഷ പുലരിയിലാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. ഒരു നന്മകൾ കൊണ്ടാണ് ഇസ്ലാമിന്റെ പുതുവർഷ പുലരി, നന്മകൾ ചെയ്തുകൊണ്ടാണ്. നോമ്പ് പിടിക്കി 30 ദിവസം മുഹറം മാസത്തിൽ നോമ്പ് പിടിക്കാൻ ഉലമാക്കൾ പറയുന്നുണ്ട് സുന്നത്താണെന്ന്. 30 ദിവസവും നമുക്ക് നോമ്പെടുക്കാം. ഇനി പറ്റൂലേ, ഈ 10 ദിവസം നിങ്ങൾ നോമ്പെടുക്ക്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 പത്തുകളിലെ ഒരു പത്തല്ല ഇത്. കഴിഞ്ഞ മാസവും ഇതേപോലെ ഒരു 10 ദുൽഹജ്ജിന്റെ തുടക്കം മുതൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ആ 10 അള്ളാഹു ഇഷ്ടപ്പെട്ട മാസം, ആ 10ഉം അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസം. പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ അവസാനത്തെ 10 അള്ളാഹ് ഇഷ്ടപ്പെട്ട 10, ആ ഇഷ്ടപ്പെട്ട 10 രാവ്. ഒരു വർഷം നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു. 1447 ഹിജ്റ വർഷം മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും പുലർത്തിക്കൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ഈ മാസത്തിൽ നോമ്പെടുക്ക്. ആ 10 ദിവസം നോമ്പെടുക്ക്, ഈ 30 ദിവസം നോമ്പെടുക്ക്, കഴിയുന്നത് പോലെ നോമ്പെടുക്ക്. നിർബന്ധമല്ല, സുന്നത്തായ കാര്യം. ഉലമാക്കൾ, പണ്ഡിതന്മാർ ഈ 30 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണെന്ന് പറയുന്നു. നമ്മളിപ്പോ 1-2 നോമ്പിന്റെ വിഷയത്തിലാണ് ഇവിടെ ചർച്ച. അദാശൂറ എന്ന താസുവ എന്ന ഈ വിഷയത്തിൽ ഭയങ്കരമായ ചർച്ച, വലിയ വലിയ ചർച്ചകള് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സുന്നത്ത് നോമ്പെടുക്കുന്നതിന് ഇപ്പൊ ആരുടെ ചർച്ചയുടെ ആവശ്യം? ഈ 30 ദിവസം എടുക്കി, 10 ദിവസം എടുക്കി. ഒന്നാമത് ഡോക്ടർമാരെ നമ്മളോട് പറയുന്ന ഭക്ഷണം കുറയ്ക്കി, ഡയറ്റഡ്, രാവിലെ ഓട്, വൈകിട്ട് നടക്ക്, ചോറ് കുറയ്ക്ക്, പച്ചക്കറി തിന്ന്, കഴിവതും ഭക്ഷണം കുറയ്ക്ക്. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ നോമ്പെടുത്തൂടെ? എന്തിനാ ഈ ചർച്ചകൾക്ക് പോകുന്നത്? ഈ ചർച്ചകളുടെ ആവശ്യമില്ല. 10 ദിവസം നോമ്പെടുക്ക്, എത്ര വലിയ റാഹത്തായിരിക്കും നമുക്ക്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ നോമ്പ് നിർബന്ധമായിട്ട് എടുക്കും. വൈകിട്ട് എവിടെ പോയാലും ചാപ്പാട് കിട്ടും. പക്ഷേ മുഹറം മാസത്തിൽ നോമ്പ് പിടിച്ചാൽ വൈകിട്ട് ചാപ്പാട് കിട്ടൂല. അതുകൊണ്ട് വീട്ടിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാസം നോമ്പെടുത്താൽ നല്ല ഡയറ്റ് റാഹത്താണ്, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോമ്പെടുക്കി, കൂലി കിട്ടും. ചെറിയ കൂലിയല്ല, നല്ല കൂലി കിട്ടും, വലിയ കൂലി കിട്ടും. നമ്മൾ ഇതിന്റെ വരെ തർക്കിക്കാൻ നിൽക്കേണ്ട. നമ്മൾ അതെന്താണ് ആശൂറ എന്ന ദാസു എന്ന സുന്നത്ത് നോമ്പ് മുഹറം മാസത്തിൽ അള്ളാഹ് തീർന്നു, ഖലാസ്. അഭിപ്രായങ്ങൾ പണ്ട് കാലഘട്ടം മുതലേ ഉണ്ട്. സഹാബാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ സൂചിപ്പിച്ചത്.
ദുആ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം അല്ലാഹുവിനോട്, അതിൽ 2 ഉത്തരം കിട്ടി, 1 കിട്ടിയില്ല. ഈ സമുദായത്തെ ഒന്ന് യോജിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ അല്ലാഹ്? ഇല്ല മുഹമ്മദേ എന്ന് പരസ്യമായിട്ട് പറഞ്ഞല്ലോ, തീർന്നു, ഖലാസ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ഹദീസിൽ കാണാം, ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ, എൻ്റെ ഉമ്മത്തികളുടെ അഭിപ്രായങ്ങൾ റഹ്മത്താണെന്നുണ്ട്. ഇപ്പൊ ഹനഫി പണ്ഡിതന്മാര് അവരുടെ ശിഷ്യഗണങ്ങൾ ഒരു മസല മാറ്റി പറയും. ഷാഫി ഇമാമ് ഒന്ന് പറഞ്ഞാൽ ശിഷ്യഗണങ്ങൾ ചില വിഷയങ്ങൾ മാറ്റി പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഉണ്ടാകും. നമുക്ക് നമ്മളുടെ ഒരു ബുദ്ധി വെച്ച് മുന്നോട്ട് പോവാന്നുള്ള അല്ലാതെ ഈ അഭിപ്രായത്തിന്റെ പിന്നാലെ കിടന്നതിന് മറുപടിയും കൊടുത്ത് അതിന്റെ പിന്നാലെ സമയം കളയല് നമ്മളെ കൊണ്ട് പറ്റിയ സമയമല്ല. നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നഷ്ടപ്പെടാതെ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുക, അത് ഒഴിവാക്കുക, തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ട് മുഹറം മാസത്തിൽ നോമ്പെടുക്കും നിങ്ങൾ, ഇൻഷാ അല്ലാഹ്. നീ ഇപ്പൊ നാളെയാണോ താസുവ, മറ്റന്നാളെയാണോ ആശൂറ, അത് കഴിഞ്ഞ് ശനി ഞായർ തിങ്കൾ പിടിക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ. 3 ദിവസം നോമ്പെടുക്കുന്നതിന് ശനി ഞായറും നിങ്ങളും പിടിച്ചോളി. എന്തായാലും തിങ്കളാഴ്ച ഒരു സുന്നത്ത് നോമ്പ് കൂലി കിട്ടും. പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ പ്രത്യേകം കൂലിയാണ്. നീ ശനി ഞായറുമാണ് മുഹറം 9, 10 എന്ന് ഭൂരിപക്ഷം ഉലമാക്കളും ഭൂരിപക്ഷ സ്ഥലം അൽഹംദുലില്ലാഹ് പിടിച്ചോളി. നമുക്ക് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ പേരിൽ ഒരു ചർച്ച നമ്മൾ ചെയ്യേ വേണ്ട. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ദുനിയാവിൽ ചർച്ച ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും, അത് സ്വാഭാവികമാണത്. അതങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉലമാക്കൾക്കിടയിലുള്ള ചർച്ചയാണ്. ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ ഇത് ഫർള് നോമ്പൊന്നും അല്ല, പ്രശ്നമില്ല. അതിൻ്റെ പേരിൽ ഫർള് നോമ്പല്ല, സുന്നത്ത് നോമ്പാണ്. എടുത്താൽ കൂലി കിട്ടും, എടുത്തില്ല എങ്കിൽ പ്രശ്നവുമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായി ഫർള് നോമ്പായിരുന്നു ആശൂറ നോമ്പ്. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ ആശൂറ നോമ്പിനെ ഉപേക്ഷിച്ചു നബീന റസൂലുള്ളാഹി തങ്ങൾ. മക്കയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടത് ഈ ആശൂറ നോമ്പായിരുന്നു. അപ്പൊ പരിശുദ്ധമായ നബീന റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ ഇസ്ലാമിക ശരീഅത്ത് ഹിജ്റ 2 അത് 2 മുതൽ ഇസ്ലാമിക ശരീഅത്ത് അവിടെ നിലവിൽ വന്നു. നമസ്കാരം, നോമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ റമളാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ആശൂറ നോമ്പ് സുന്നത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഫമൻ ശാഅ ഫൽയസും വമൻ ശാഅ ഫൽയതുർക്ക്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പിടിക്കാം, ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് വിടാം, ഉപേക്ഷിക്കാം. പക്ഷെ നിർബന്ധമില്ല. അതുവരെയ്ക്കും നിർബന്ധമായിരുന്നു. റമളാനിന്റെ നോമ്പ് വരുന്നത് വരെ ഈ ആശൂറ നോമ്പ് നിർബന്ധമായിരുന്നു. റമളാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശൂറ നോമ്പ് സുന്നത്തായി മാറി. ആവശ്യമുള്ളവർ പിടിക്കും, മുൻപിൻ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഈ നോമ്പ് ജൂതന്മാരും ഈ നോമ്പ് അനുഷ്ഠിക്കും എന്നത് നബി തങ്ങൾ വൈകിയാണ് മനസ്സിലാക്കിയത്. ജൂതന്മാരും ഈ നോമ്പ് എടുത്തിരുന്നു. ഈ ആശൂറ എന്ന് പറയുന്ന നോമ്പ് ജൂതന്മാരും എടുത്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസൂമു ആശൂറ വഖാലിഫു ഫീഹിൽ യഹൂദ വസൂമു ഖബ്ലഹു ഔ ബഅദഹു കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ഈ 10 ആശൂറയുടെ നോമ്പെടുക്ക്. ജൂതന്മാർക്ക് നിങ്ങൾ എതിര് കാണിക്കണം. കാരണം ജൂതന്മാരും ഈ 10ന്റെ ദിവസം നോമ്പെടുക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് യാതൊരു നിലയ്ക്കും അവരുടെ ആരാധനകളെ അവരുമായി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ സൂമു ഖബ്ലഹു ഔ ബഅദഹു, ഒന്നുകിൽ ആശൂറയുടെ ദിവസത്തിന് മുമ്പ് 9-നോ അല്ലെങ്കിൽ ആശൂറ കഴിഞ്ഞ് 11-നോ നിങ്ങൾക്ക് നോമ്പെടുക്കാം. അപ്പൊ തിങ്കളാഴ്ച നോമ്പെടുത്തോളിയും പ്രശ്നമില്ല, ശനിയാഴ്ച നോമ്പെടുത്തോളിയും പ്രശ്നമില്ല. ടെൻഷൻ അടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്താണ്? ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ, കാരണം അവരോട് യോജിക്കാതിരിക്കാൻ. ഇനി അത് നോമ്പ് പിടിച്ചില്ല, ആശൂറായെ പിടിച്ചുള്ളൂ, മറ്റത് പിടിച്ചില്ല, കുഴപ്പമില്ല, അതിന്റെ ഒരു ടെൻഷനും വേണ്ട. താസിന്റെ നോമ്പ് ആശൂറ നോമ്പ് മാത്രമേ പിടിച്ചുള്ളൂ, താസിന്റെ നോമ്പ് പിടിച്ചില്ല, കുഴപ്പമില്ല, അതിന്റെ വരെ ടെൻഷൻ അടിക്കുക വേണ്ട. റമളാൻ മാസത്തിൽ നമുക്ക് വല്ല നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഈ സമയം നമ്മുടെ പെണ്ണുങ്ങളോടൊക്കെ പറയും, ഭാര്യമാരോടൊക്കെ പറയും, പെൺമക്കളോടൊക്കെ പറയും, അവർക്കൊക്കെ ഖളാ ആയിട്ടുള്ള നോമ്പുകൾ ഇപ്പോൾ പിടിച്ചു വീട്ടിൽ. ഇനി നമുക്ക് ഇനി ഒരു സുന്നത്തായ നോമ്പ് വരണമെങ്കിൽ ഇനി അങ്ങ് റമളാനിന് അടുത്തെത്തണം.
അതുവരേക്ക് ഇനി നമുക്ക് അങ്ങനെ പറയപ്പെട്ട ഒരു സുന്നത്തായ നോമ്പുകളൊന്നുമില്ല. ഈ തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ ഈ 13, 14, 15 അയ്യാമുൽ ബീദ് ഇതുപോലുള്ള സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും നമുക്ക് സുന്നത്തായ നോമ്പ് അറിയപ്പെട്ടതായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദർക്ക് ഖിലാഫ് ചെയ്യാൻ പറഞ്ഞു. യഹൂദികൾക്ക് എതിരെ നിങ്ങൾ കാണിക്കണം എന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും അംഗീകരിക്കാത്ത ഒരു വർഗമാണ് യഹൂദന്മാർ. അല്ലാഹു പോലും അംഗീകരിക്കൂല അവരെ. അത്രയ്ക്കും ഒരു ദുഷ്ട ശക്തികളായിട്ടാണ് ഖുർആൻ തന്നെ അവരെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറാ ഔലിയാ. അവരെ കൂട്ടുകാരാക്കരുത് നിങ്ങൾ കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ. ഏ സത്യവിശ്വാസികളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദനിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളായി പോകരുത്. അവരെ പോലെ ആകരുത്. അവരുമായി ബന്ധം സ്ഥാപിക്കരുത്. മൂസ നബിയെ കുറിച്ച് അപരാധവും അപവാദങ്ങളും അവർ പറഞ്ഞവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. അങ്ങനൊന്നുമില്ല, മൂസ അങ്ങനത്തെ ആളല്ല. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത അങ്ങനത്തെ ആളല്ല. അവര് പറയുന്നതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വകാന ഇൻദല്ലാഹി വജീഹാ, അള്ളാന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള വ്യക്തിയാണ്, അള്ളാന്റെ തൃപ്തിപ്പെട്ട വ്യക്തിയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് മൂസ നബിയെ വേദനിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളായി പോകരുത്. അതാരാത്? അത് ജൂതന്മാരാണ്. അതുകൊണ്ട് ഇവർക്ക് എതിര് കാണിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ലോക ചരിത്രത്തിൽ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഇസ്രായേലിൽ നടന്ന യുദ്ധം നമുക്കറിയാം. ലോകത്ത് ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ലോക ചരിത്രത്തിൽ 80% അവർക്കെതിരാണ്. ഗായകന്മാർ പോലും എതിരാണ്, ഫിലിം സ്റ്റാറുകൾ എതിരാണ്, പ്ലെയറുകൾ കളിക്കുന്നവർ ഇവരെല്ലാം എതിരാണ്. എവിടെ നോക്കിയാലും എത്രയോ ജൂതന്മാരെ എതിരാണ്, എത്രയോ നസ്രാണികൾ എതിരാണ് ഇവരോട്. ലോക ചരിത്രത്തിൽ ഒരു കുഞ്ഞുങ്ങളോട് പോലും ദയയില്ലാത്ത വർഗമാണിവർ. ആരോടും ഒരു ദയയുടെ ഒരു കണിക പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ളുരിബത അലൈഹിമുദ്ദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ നശിപ്പിച്ചു, ഇവരെ നിന്ദിച്ചു. എന്തുകൊണ്ടാണ്? വഖത്ലിഹിമുൽ അംബിയ, അംബിയാക്കളെ കൊന്ന വർഗമാണിവർ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്ന വർഗമാണിവർ. വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപം ഇവരുടെ മേലിറങ്ങി. മല്ലഅനഹുല്ലാഹ്, അല്ലാഹു ആരെ ശപിച്ചോ ആ ശപിക്കപ്പെട്ടവരുടെ വർഗത്തിൽപ്പെട്ടവരാണ് ഈ ജൂതന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ വാക്കാണ് മല്ലഅനഹുല്ലാഹ്. അല്ലാഹുവിന്റെ കോപം ഇറങ്ങി, അല്ലാഹു ശപിച്ചു. കൂട്ടുകൂടരുതെന്ന് അല്ലാഹു പറഞ്ഞു. കേവലം അല്ലാഹ്ക്ക് നിരക്കാത്ത, അല്ല പോലും പറയാത്ത വാക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരായിരുന്നു ജൂതന്മാർ. ബുഹത്തുകളാണ്. വൽ യഹൂദു ഫീ കിതാബില്ലാഹി വഹും ഖൗമുൻ ബുഹത്തുൻ, അല്ലാഹുവിന് പോലും ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞു നടക്കുന്നവരാണ്. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത് മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാളിഇ, പറയുന്ന വാക്കുകളെ മാറ്റി പറയുന്നവരാണ്, പറയുന്ന വിഷയങ്ങളെ മാറ്റി പറയുന്നവരാണ്. കള്ളത്തരം കൂടുതൽ കേൾക്കുകയും ഹറാമായ ഭക്ഷണം കൂടുതൽ കഴിക്കുകയും ചെയ്യുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ സമ്മാഊന ലിൽ കദിബ് അക്കാലൂന ലിസ്സുഹ്ത്, ഹറാം തിന്നാൻ ഭയങ്കര കൊതിയാണ്, ഹറാമിനോട് ഭയങ്കര ആവേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ വാക്കല്ലേ. യഹൂദന്മാർ പറയും നഹ്നു അഗ്നിയാഉൻ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ, അല്ലാഹ് പിച്ചക്കാരനാണ്, അല്ലാഹ്ക്കൊന്നുമില്ല, ദാരിദ്ര്യത്തിൽപ്പെട്ട് അവൻ പിച്ച എടുക്കുന്നവരാണ്. നഹ്നു അഗ്നിയാ, ഞങ്ങൾ സമ്പന്നരാണ്. ഇപ്പൊ യാചിക്കാണ്,
400 ബില്യൺ 400 ട്രില്യൺ യാചിക്കുകയാണ്. ഇപ്പൊ യാചിക്കുകയാണ്, ഞങ്ങൾ നഹ്നു അഗ്നിയാ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. അല്ലാഹു ഫഖീറാണ്, അല്ലാഹ് പച്ച പാവപ്പെട്ടവനാണ്, ഞങ്ങളാണ് സമ്പന്നർ എന്ന് പറഞ്ഞവർ ഇപ്പോ യാചിക്കുന്നു. അല്ലാഹ് ഇവിടെ കൊണ്ടെത്തിച്ചു. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. അല്ലാഹു പറയുന്നു ജൂതന്മാരുടെ കൈ, അല്ലാഹു തആല ജൂതന്മാർ പറയുന്നു അല്ലാഹുവിന്റെ കൈ വിലങ്ങ് വെക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കൂല, തുറന്നു കൊടുക്കൂല, ആർക്കും ഒന്നും കൊടുക്കൂല. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വൽഉനു ബിമാ കഫറു ബൽ യദാഹു മബ്സൂതതാൻ. അല്ലാഹു പറയുന്നു അവരുടെ കരങ്ങൾ നഷ്ടമാകട്ടെ, നശിക്കട്ടെ, അവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ കരങ്ങൾ വിശാലമാണ്, അവൻ ആർക്കും വാരിക്കോരി കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് ജൂതന്മാര് ബുഹത്ത് എന്ന് പറയുന്നത്. അപരാധം പറഞ്ഞു വരുത്തുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ്, അപരാധം പറഞ്ഞു വരുത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ എതിർത്ത് പറഞ്ഞു, ഇല്ല ബൽ യദാഹു മബ്സൂതതാൻ, അല്ലാഹുവിന്റെ കരങ്ങൾ വിശാലമാണ്. ഇന്നല്ലാഹ യബ്സുതു ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു തആല കണക്കില്ലാതെ വാരിക്കോരി കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല വൽ യഹൂദു ഫീ കിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആനിൽ കലാമിൽ ജൂതന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് അവർ ബുഹത്ത് അനാവശ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരാണ് എന്നാണ്. മാത്രമല്ല വഖാലു ലൻ യദ്ഖുൽ ഖൗമുൻ ഹുസ്സാദുൻ, അസൂയാലുക്കളാണ്. വൽ യഹൂദു ഫീ കിതാബില്ലാഹ് വഹും ഖൗമുൻ ഹുസ്സാദുൻ, അസൂയ പൂണ്ടവരാണ്. വഖാലത്തിൽ യഹൂദു വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ ഖാല ഹൂദൻ ഔ നസാറ. നസ്രാനികളും യഹൂദന്മാരും അല്ലാതെ മറ്റാരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് അവരുടെ ഒരു വാദമാണ്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ജൂതന്മാര് പറയുന്നു ഈ സത്യവിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് അവർ ആഗ്രഹിക്കുന്നത്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, ആ അഹ്ലുൽ കിതാബുകൾ ആഗ്രഹിക്കുന്നത്, ധാരാളം പേരും ആഗ്രഹിക്കുന്നത് ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, അവരെ ഈമാനിൽ നിന്ന് പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് വീണ്ടും കുഫാറുകളായി ജൂതന്മാരാക്കി മാറ്റലാണ് അവരുടെ ലക്ഷ്യം. എന്തുകൊണ്ട്? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, ഇവർ അല്ലാഹുവിനെ ആരാധിച്ചു പോകരുത്, ആ ഒരു സത്യവിശ്വാസികളായി ജീവിച്ചു പോകരുത്. ആ അസൂയ പൂണ്ടിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ജൂതന്മാർ. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായിരിക്കെ, അവർക്കറിയാം ഇതാണ് സത്യമെന്ന്, സത്യം ഇതാണെന്നറിയാം. എന്നിരുന്നിട്ട് പോലും അവർ ഈമാനുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ പരിശ്രമിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എണ്ണിയാൽ തീരാത്ത ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ജൂതന്മാർക്കെതിരെയുണ്ട്. അവർ ഈ ലോകത്ത് കാട്ടിക്കൂട്ടിയ അനാവശ്യങ്ങളും അതിക്രമങ്ങളും അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം തന്നെ 90 പ്രവാചകന്മാരെ കൊന്നവരാണ്. പിന്നെ നമുക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുമക്കളെയൊക്കെ കൊന്ന് അട്ടി അടുക്കി വെക്കുമ്പോൾ നമുക്കൊരു ദയ തോന്നും. പരിശുദ്ധ പ്രവാചകന്മാരെ കൊല്ലാൻ പോലും യാതൊരു നിലയ്ക്കും ഒരു ദയയുടെ കണിക പോലും ഇല്ലാത്തവരായിരുന്നു അവർ. പിന്നെ കുഞ്ഞുമക്കളോട് അവർക്ക് വല്ല ദയുണ്ടോ? അവർക്ക് സ്വാഭാവികം. അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി, അങ്ങനെയാണ്. പണ്ട് മുതലേ ഉള്ള ചരിത്ര പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു നിലയ്ക്കും അവരോട് യോജിക്കാൻ പാടില്ല എന്നാണ് നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഖാലിഫു ഫീഹി അൽ യഹൂദ, ജൂതന്മാർക്ക് നിങ്ങൾ എതിര് പ്രവർത്തിക്കിൻ, ജൂതന്മാർക്ക് നിങ്ങൾ എതിര് പ്രവർത്തിക്കിൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അത് ഈ പരിശുദ്ധമായ ഈ നോമ്പ് അവർ അനുഷ്ഠിക്കുന്നുണ്ട്. ആ നോമ്പ് അവർ ആശൂറ ദിവസത്തിൽ പിടിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നിൽ ആശൂറ കഴിഞ്ഞിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ആശൂറയ്ക്ക് മുമ്പുള്ള ഒരു ദിവസമോ നിങ്ങൾ ആ നോമ്പ് എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച വാക്കാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് തെളിവുകൾ പഠിപ്പിച്ചു തരുന്നത്. നമ്മളുടെ ആരുടെയും വാക്കുകളല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്.
ആ പരിശുദ്ധമായ കലാം നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയത് ആരെങ്കിലും അതിനെ ഉൾക്കൊള്ളാതെ അതിന് സ്വന്തം അഭിപ്രായം പറഞ്ഞ് തന്നിഷ്ടം പ്രവർത്തിക്കുകയാണെങ്കിൽ വ്യക്തമായി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുക്കും അവന്റെ റസൂലിന് നിരക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഈ പറയുന്നതിനെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. അത് വ്യാപിപ്പിക്കാനാണ് പരിശുദ്ധ പ്രവാചകനെ അള്ളാഹു തആല നമ്മളിലേക്ക് നിയോഗിച്ചത്. അതിലെ സത്യാവസ്ഥയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തു പറയുന്നത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളുള്ള നോമ്പ്, അതിന്റെ പേരിൽ നമ്മളൊരു തർക്കമോ ഒരു ചർച്ചയോ നമുക്കിവിടെ ആവശ്യമില്ല. അതെല്ലാവരും അനുഷ്ഠിക്കും. നാളെയും പിടിക്കും, മറ്റന്നാളും പിടിക്കും. ഇനി വസ്വാസ് ഉണ്ടോ, തിങ്കളാഴ്ച കൂടെ പിടിച്ചോളി, പ്രശ്നം തീർന്നു. അത് ആ ഉസ്താ പറഞ്ഞു, ഈ ഉസ്താ പറഞ്ഞു, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഹാജിമാരെല്ലാം പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട മഹാന്മാർ ഒരു ഹാജിയുടെ ഹജ്ജ് പൂർത്തിയാകണം, അത് പൂർത്തിയായി, അത് കബൂലായി എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് രണ്ട് കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഹജ്ജ് ചെയ്തിട്ട് വന്ന് ഹാജി ഹാജി എന്നുള്ളൊരു പേരിന് വേണ്ടിയിട്ടല്ല, ഒരു പേരും പ്രശസ്തിക്കുമല്ല, ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയതല്ല. ഇത് നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊരുത്തപ്പെട്ട് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ മടങ്ങി ഈ ദുനിയാവിൽ എവിടേക്ക് മടങ്ങി വരണം. അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ മടങ്ങി വരും. പക്ഷേ ഡിമാൻഡ് എന്താ? ഡിമാൻഡ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഹജ്ജിന് പോകുമ്പോ ഫമൻ ഫറള ഫീഹിൽ ഹജ്ജ് ഫലാ റഫസ് വലാ ഫുസൂഖ് വലാ ജിദാൽ. മൂന്ന് കാര്യം പാടില്ല. ഇഹ്റാമിന്റെ തുണി കെട്ടി കഴിഞ്ഞാൽ, ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും ഇഹ്റാമിന്റെ തുണി കെട്ടിക്കഴിഞ്ഞാല് ഫലാ റഫസ് വലാ ഫുസൂഖ് വലാ ജിദാൽ. ചീത്ത വിളിക്കരുത്, കളിയാക്കരുത്, പരസ്യം ആക്ഷേപിക്കരുത്, അന്യ പെണ്ണുങ്ങളെ നോക്കരുത്, അന്യ പുരുഷന്മാരെ നോക്കരുത്, ഹറാമായ ഫോട്ടോകള് സീനുകള് ഇതൊന്നും നമ്മൾ കാണരുത്, തർക്കിക്കരുത്. ഈ ഇഹ്റാമിന്റെ തുണിയിൽ തർക്കിച്ചാല് ഫലാ ഹജ്ജ ലഹു ഫലാ ഉംറത ലഹു. ഇഹ്റാമിന്റെ തുണിയും മറിച്ച് ഒരു അമീർ ആരാ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അവനെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് പോണം. അവിടെ പോയിട്ട് തർക്കിക്കാം. അല്ല ആ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഏത് ഉസ്താദാണ് അമീർ, ആ അമീർ പറയുന്ന അനുസരിച്ച് പോ. നീ ഇതിനകത്ത് പഴിച്ചു പോയാൽ ആ അമീറിനെ അള്ളാഹു പിടിക്കുള്ളൂ. നീ പേടിക്കണ്ട. നാളെ നോമ്പ് പിടിക്കാൻ പറഞ്ഞവരുടെ അമീർ പറഞ്ഞു നാളെ കേട്ടോ, മറ്റന്നാളെ പിടിക്കാൻ പറഞ്ഞ കേട്ടോ. അള്ളാഹ് ഞാൻ ഉസ്താദ് പറഞ്ഞു, ഞാൻ പിടിച്ചു. ഇങ്ങേരടുത്ത് അള്ളാഹ് ചോദിക്കുള്ളൂ, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് അതിന്റെ ടെൻഷൻ വേണ്ട. റബ്ബനാ ഇന്നാ അതഅനാ സാദത്തനാ വകുബറാഅനാ ഫളല്ലൂന സബീല. അല്ലാഹ് ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദന്മാരെ നേതാക്കന്മാരെയൊക്കെ അംഗീകരിച്ചു. എന്തേലും പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും പഴപ്പിച്ച്, ഞങ്ങൾക്കറിയില്ല റബ്ബേ. അതുകൊണ്ട് നമുക്ക് തടിയൂര. അതുകൊണ്ട് ഒരു ഉംറയ്ക്ക് ഒരു ഹജ്ജിന് ഒരു അമീർ നേതൃത്വം ഉണ്ടെങ്കിൽ ആ അമീർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും, പ്രവർത്തിക്കും. ഖലാസ്. ഒരു ഇമാം ഉണ്ടെങ്കിൽ ഇമാം പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുക. അതിനല്ലേ ഇമാമൊക്കെ എന്തിനാ പിന്നെ ഈ പേരിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ സാധനം? ഒരു നേതൃത്വം എന്തിനാണ്? ഏതൊരു കാര്യത്തിനും നേതാവ് വേണ്ടേ? ഈ നേതൃത്വം എന്ന് പറയുന്നതിന് അതാണ്. നമ്മുടെ എല്ലാവരുടെയും നേതൃത്വനാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബായ തങ്ങൾ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ ഹജ്ജിന് പോയിട്ട് വന്ന ഒരാളുടെ ഹജ്ജ് ശരിയായോ അല്ലെങ്കിൽ കബൂലായില്ലയോ എന്നതിന്റെ ഒരു ചോദ്യത്തിന് മറുപടി രണ്ട് കാര്യമാ പറഞ്ഞത്. ഒന്ന് രണ്ട് തീബുൽ കലാം, നല്ല സംസാരം, അതേപോലെ ഭക്ഷണം കൊടുക്കുക. ഈ രണ്ട് കാര്യമാണ് ഒരു ഹാജിയുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ വലിയ ആവശ്യമില്ലാതെ സംസാരിച്ച് നടന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വാക്ക് തർക്കം നടത്തിക്കൊണ്ടിരുന്ന ആളായിരിക്കാം, തെറി വിളിച്ചവനായിരിക്കാം. ഇവനൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ പോയിട്ട് എല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ച് ഇല്ല റബ്ബേ എന്ന് പറഞ്ഞ് വായിൽ സീലും വെച്ചിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. ഇനി അവൻ വാ തുറന്നാല് ഫലാ ഹജ്ജ ലഹു, അവന്റെ ഹജ്ജ് കൊണ്ട് യാതൊരു ഫായിദയില്ല. 4 ലക്ഷം രൂപ പോയി.
അതാണ് പേര് നിനക്ക് വേണമെങ്കിൽ പറയാം ഹാജി എന്ന്, അത് നിനക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഒരു നേരം ആരെങ്കിലും നീ കൂട്ടിയിട്ട് നിന്റെ കൂട്ടത്തിൽ കൊണ്ടിരുത്തി നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. വലിയ പ്രൊപ്പകട്ടൊക്കെ കാണിക്കാൻ വേണ്ടി നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വലിയ കല്യാണത്തിന് ആഡംബരത്തിൽ ചാപ്പാട് കൊടുക്കലല്ല. സാധുക്കളായവരെ കണ്ടെത്തണം, അവരെ കണ്ടെത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം പോലും ഒരു സാധുവിനെ ഒരുമിച്ച് കൂട്ടിയിരുത്തി ഭക്ഷണം കൊടുക്കാത്ത ഒരു ദിവസമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖലീൽ എന്ന പദവി തന്നെ ലഭിച്ചത്. അതുകൊണ്ട് ഒരു ഹാജിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വയറ് നിറച്ച് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സഹോദരൻ ആരുമാകട്ടെ, ഒരു മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ എന്നല്ല ഇവിടെ പറയുന്നത്, ഭക്ഷണം കൊടുക്കണം. ഒരു സാധുവിന്, മൃഗങ്ങൾക്ക് കൊടുക്കണം, പക്ഷികൾക്ക് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തന്നെ പൂച്ച 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 എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരെ പെണ്ണുങ്ങൾക്ക് പിടിക്കൂല, ഓടിച്ചു വിടും. നമ്മൾ പിന്നെ ഇത്തിരി തലയും മാലും ഇട്ട് കൊടുക്കും. ഭാര്യമാരും അതിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളെ പോകുമ്പോൾ പൂച്ച എല്ലാം കൂടെ വീട്ടിനകത്ത് കയറി വരും, പെണ്ണുങ്ങൾ അടിയും വഴക്കാണ്. പൂച്ചയുടെ തർക്കത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയിട്ടുണ്ട് ഞാൻ പൂച്ചയുടെ വിഷയത്തില്. ഒരാളെ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പൂച്ചയെ വീട്ടിൽ കൊണ്ടുവരും, ഭക്ഷണം കൊടുക്കും. ഇവള് ഭയങ്കര പ്രശ്നം, തലാഖിന്റെ വരെ സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? അബൂ ഹുറൈറ തന്നെ പൂച്ചയെ വളർത്തിക്കൊണ്ട് നടന്ന ആളാണ്. അബൂ ഹുറൈറയുടെ ഭാര്യ അപ്പൊ എത്ര സഹിച്ചിട്ടുണ്ടാവും? അതിന് കൊടുക്കേണ്ടത് കൊടുത്തുവിട്. സാധുവായി ഒരു പാവപ്പെട്ട ഒരു ജീവി, അതിനൊക്കെ ദുആയുണ്ട്, വലിയ ബർക്കത്താ. ഈ മുഹറം മാസം ഉണ്ടല്ലോ, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഈ മുഹറം മാസം, മുഹറം 10-ന്റെ അന്ന് വീട്ടിൽ ആര് വിശാലത നൽകുന്നുവോ ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹറം 10-ന് ആട്ടിറച്ചി വാങ്ങി കൊടുക്ക് വീട്ടുകാർക്ക്, നല്ല നെയ്മീൻ വാങ്ങിച്ചു കൊടുക്കും. 1400 രൂപ പിശുക്കരുത്. 1400 എങ്കിൽ 1400. ഭാര്യ ഒരു വർഷമായി നിങ്ങളടുത്ത് പറയുന്നു നെയ്മീൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. മുഹറം 10 വാങ്ങിക്കൊടുക്ക്. ഈ വർഷം മുഴുവനും നിനക്ക് അതിൽ ബർക്കത്തുണ്ടാവും. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നു, ഞങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആ വർഷം ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ റാഹത്തായ രീതിയിൽ അന്നത്തെ ദിവസം ഭക്ഷണം വിളമ്പി കൊടുക്ക്, സാധുക്കൾ കൊടുക്ക്. ഉറുമ്പുകൾക്ക് മഹാന്മാര് ഭക്ഷണം കൊടുത്തിരുന്നു, എറുമ്പുകൾക്ക് കൊടുത്തിരുന്നു എന്ന്. അപ്പൊ പിന്നെ പറയണോ? അപ്പൊ അതുകൊണ്ട് പക്ഷി പറവാദികൾക്കെല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കണം. അതാ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അല്ലാതെ ഉറുമ്പിന് പകരം DDT ഇടരുത് ഭക്ഷണത്തിനെന്നും പറഞ്ഞ് പാവത്തിനെ കൊന്നുകളയാതെ, ഉറുമ്പ് ഓടിയിട്ട് കൊന്നുകളയാതെ അതിനെന്തെങ്കിലും പഞ്ചസാര ഇട്ടുകൂടെ. ഈ മുഹറത്തിന്റെ ബർക്കത്ത് അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആട്ടിറച്ചി വാങ്ങണം എല്ലാരും. വില നോക്കരുത്. അന്ന് വില നോക്കിയാൽ അള്ളാഹു നമ്മളെ പിശിക്കും. ഹദീസ് വെച്ച് പറയുകയാണ്. സുഫിയാൻ മഹാന്മാര് പറഞ്ഞു, ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്, സാധുക്കളെ വിളിച്ചിട്ട് ഭക്ഷണം എല്ലാം കൊടുക്കുക. പണ്ടൊക്കെ മഹാന്മാര് പറയും ആഷൂറ കഞ്ഞി എന്ന് പറഞ്ഞൊരു കഞ്ഞിയുണ്ട്. ഇപ്പൊ എന്താ കർക്കിട കഞ്ഞി പോലെ ആഷൂറ കഞ്ഞി, 10 ഇനം സാധനങ്ങൾ ഇട്ട് വെച്ച് കൊടുക്കുന്ന ഒരു കഞ്ഞിയൊക്കെ പണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് ഉമ്മമാരൊക്കെ. അപ്പൊ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, 10 കൂട്ടം സാധനങ്ങൾ ഇട്ട് വെക്കും. ഈ കർക്കിട കഞ്ഞി പോലെ ആഷൂറ കഞ്ഞി. ഇപ്പൊ ഞാൻ ഈ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പോവല്ല ഇവിടെ, ഞാൻ പൊതുവെ ഇങ്ങനെ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ രീതിയിൽ നമ്മൾ അന്ന് നല്ല റാദയുടെ ഭക്ഷണം കഴിക്കണം, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം.